ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ട സമയമായില്ല, അത്ര ധൃതി കാണിക്കേണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് താന്ത്രിക വിധി പ്രകാരം കാര്യങ്ങൾ നടത്തിയില്ല എന്നും ആചാരങ്ങളും നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അതൊരു കുറ്റമല്ലല്ലോ, അത് മതപരമായ ഒരു ചടങ്ങല്ലേ. ഇന്ത്യൻ പീനൽ കോഡിലോ അതുപോലെ തന്നെ BNS-ലൊന്നും അതൊരു കുറ്റമല്ല. കുറ്റം വരുന്ന മതപരമായ ചടങ്ങും ആചാരങ്ങൾക്ക് മനുഷ്യ ശരീരത്തിന് ഏതെങ്കിലും അപകടം ഉണ്ടാകുന്ന സമയത്താണെങ്കിലേ പോലീസിന് ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും കുറ്റമല്ല. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ സ്വർണ്ണക്കടത്തിൻ്റെ പണം കൈപ്പറ്റിയെന്നോ അതുമായി അങ്ങനെ കടത്താൻ സഹായിച്ചെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് അത് പെട്ടെന്നുള്ളൊരു അറസ്റ്റ് ആവശ്യമില്ലായിരുന്നു. ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അവസാനം ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് മാത്രമേ തന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ഹേസ്റ്റി അറസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. ഞാനത് ഇന്നലെ മുതൽ അങ്ങനെയാണ് പറയുന്നത്. ഇതുവരെ SITയുടെ എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ ഹേസ്റ്റി ആയിപ്പോയി. എന്തിനാണത് നടത്തിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മറ്റുള്ള പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് മറ്റുള്ള പ്രതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊന്നും പോയിട്ട് ഈ തന്ത്രി ചെയ്തതായിട്ട് കാണുന്നില്ല, പറയുന്നുമില്ല. 13-ാം തീയതി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം 1951 ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പം അന്ന് ശ്രീകോവിലും 18-ാം പടിയെല്ലാം കരിങ്കല്ലായിരുന്നു. പിന്നീടാണ് അലങ്കാരങ്ങളായ ഇതെല്ലാം പൊതിഞ്ഞത്. 51-ന് ശേഷമാണ് ഈ പൊതിച്ചിലും ആഡംബരങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിലെ പൂജയ്ക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ ശബരിമലയിലെ തന്ത്രിക്ക് എന്താണ് അതിനകത്ത് ഒരു കടമ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വാക്ക് പറയാനുള്ള അതിനൊന്നും അധികാരമില്ല. അദ്ദേഹം പൂജ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയോ ഇല്ലെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ?